പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഓഗസ്റ്റ് 14 തീയതി വെള്ളിയാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥ രോഗികൾ, പീഡിതരെ, മാനസിക സംഘർഷം അനുഭവിക്കുന്നവരെ, ഡിപ്രഷൻ അനുഭവിക്കുന്നവരെ, മരുന്ന് കഴിച്ചിട്ട് ഉറക്കം മൂടുകയും ശരീരം തൂക്കം വെക്കുകയും ചെയ്യുന്നതല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാതെ ഡിപ്രഷൻ കൊണ്ട് വേദനിച്ച് ജീവിക്കുന്ന ആൾക്കാരെ കർത്താവേ, നീ അവരെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം കുഞ്ഞുങ്ങളെ, ഹൈപ്പർ ആക്ടിവിറ്റി കുഞ്ഞുങ്ങൾ, അവിടെ മാതാപിതാക്കന്മാരെ മനസ്സ് കെട്ടുപോയവരെ, തകർച്ച സങ്കടം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്തവർ, ജീവിക്കാൻ വേണ്ടി ജീവിതത്തോട് മൽപ്പിടുത്തം നടത്തുന്നവർ, മരുന്ന് കഴിച്ചിട്ടും രോഗം സുഖമാക്കാതെയും രോഗം പൊറുക്കാതെയും ഇരിക്കുന്നവർ, എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നിനക്ക് ദൈവസന്ധിപ്പും സൗഖ്യം ലഭിക്കട്ടെ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ നമ്മുടെ ഉത്കണ്ഠകളില്ലേ ആൾക്കാർക്ക്, ഈ ഉത്കണ്ഠയും കൃപയും തമ്മിൽ കുറേ ബന്ധമുണ്ട്. അപ്പോൾ നിങ്ങളവർക്ക് ഇതൊന്നും ഒരു വലിയ പോസിറ്റീവായിട്ടുള്ള കാര്യം, പിന്നെ അതിന് നെഗറ്റീവായിട്ട് എന്താ ബന്ധം? ഇരുട്ടും രാത്രിയും പകലും തമ്മിൽ എന്താ ബന്ധം? ഉത്കണ്ഠയും കൃപയും തമ്മിൽ എന്താ ബന്ധം? ഉത്കണ്ഠയെക്കുറിച്ച് ഈശോ പറഞ്ഞത് മത്തായി 6:34, അതിനാൽ നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ഓരോ ദിവസത്തിനും അതതിന്റെ ക്ലേശം മതി. അതിന്റെ ക്ലേശം. അപ്പൊ ഈ ഓരോ ദിവസത്തിനും ഓരോ ക്ലേശം ഉണ്ടാകുമ്പോൾ തന്നെ എന്നെ പോസിറ്റീവ് ആക്കേണ്ട എങ്ങനെയെന്ന് അറിയാവാ? അതിന് ഉപോത്ബലമായിട്ട് അതാത് ഓരോ പ്രഭാതത്തിലും അവൻ്റെ സ്നേഹം പുതിയതാണെന്നുള്ള വചനമുണ്ട്. കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. ഇതിന്റെ വിഷയത്തിൽ നമ്മൾ ഇത് തമ്മിൽ കണക്ട് ചെയ്യണം. കാര്യം ഈശോ പറഞ്ഞാണ് ഓരോ പ്രഭാതത്തിലും ഓരോ ദിവസത്തിനും ചിലപ്പോൾ അതിൻ്റെതായിട്ടുള്ള വ്യസനങ്ങളും ക്ലേശങ്ങളും ഉണ്ടാവും. പക്ഷേ അപ്പോൾ ഓർക്കണം, ഓരോ പ്രഭാതത്തിലും കർത്താവിൻ്റെ പുതിയ സ്നേഹം കൂടി വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഉത്കണ്ഠകൾ ഉണ്ട്, പക്ഷേ അതേസമയം തന്നെ അതിനെ ഈ സ്നേഹം കൊണ്ട്, കർത്താവിൻ്റെ സ്നേഹം കൊണ്ടാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടത്. നമ്മളെന്ത് ചെയ്യണം? നമ്മൾ സ്നേഹത്തിൽ ഊന്നിക്കൊണ്ട്, അപ്പോൾ നമുക്കറിയാം ഒരു ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ കൃപയും ആവശ്യവും തമ്മിൽ ബന്ധമുണ്ടേ. നിനക്ക് വ്യസനമുണ്ട്, ആ വ്യസനത്തിൽ നിന്ന് മാറണം. നിനക്ക് ഓരോ ക്ലേശങ്ങളുണ്ട്, ആ ക്ലേശത്തിൽ നിന്ന് മാറണം. അതിനാവശ്യമാണ്. ആ ആവശ്യത്തിന്, ആ ഉത്കണ്ഠയെ നമുക്ക് കൃപയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ഇബ്രായത്തെ. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. നീഡ് ഓഫ് ദി ടൈമാണ്. വേണ്ട സമയത്തോടെ നീഡ് ഓഫ് ദി ടൈം എന്ന് ഇംഗ്ലീഷിൽ കിടക്കുന്നത്. ഒരു ദിവസം നമുക്കൊരു പ്രത്യേക ആവശ്യം വന്നു, അപ്പോൾ നമ്മളെന്ത് ചെയ്യും? കരുണയുടെ കൃപാവരത്തെ അതിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം. അത് കർത്താവാണ്. കരുണയുടെ കൃപാവരം അല്ലെങ്കിൽ എന്ന് പറയുന്നത്, കൃപാസനം എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ? കർത്താവ് തന്നെയാണ്. അപ്പോൾ ഓരോ ദിവസവും നമുക്ക് ക്ലേശങ്ങളുണ്ടെങ്കിൽ ആ ക്ലേശങ്ങളിൽ നമ്മൾ കർത്താവിനെ സമീപിക്കുകയും കർത്താവ് അത് കൃപയായി കൺവേർട്ട് ചെയ്യുകയും ചെയ്യുന്നതാണ്. ഈ ക്ലേശങ്ങളെ കൺവേർട്ട് ചെയ്ത് ക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട് കൺവേർട്ട് ചെയ്താണ് കൃപ നമ്മളോട് സഹകരിച്ചുകൊണ്ട് കൃപയുടെ വാഹകരായിട്ട് മാറണത്. അപ്പം ഇത് തമ്മിലിങ്ങനെ കറക്റ്റ് ബന്ധമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ക്ലേശങ്ങളും കൃപയും തമ്മിൽ ബന്ധമുണ്ട്, ക്ലേശങ്ങളും ക്രിസ്തുവും തമ്മിൽ ബന്ധമുണ്ട്. ഇത് നമ്മൾ കൃപയിൽ വളരണത്, ഓരോ പ്രഭാതത്തിലും വളർന്ന് വരണത് ഈ ഒരു തന്ത്രം ഉപയോഗിച്ചുകൊണ്ടാണ്, മെക്കാനിക്സ് ഉപയോഗിച്ചുകൊണ്ടാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.